ശിവപുരാണത്തിൽ പരമശിവന്റെയും സതീദേവിയുടെയും വിവാഹത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ദക്ഷ പ്രജാപതിയുടെ 60 മക്കളിൽ ഒരുവളായി സതിയുടെ രൂപത്തിൽ ബ്രഹ്മാവിന്റെ ആഗ്രഹപ്രകാരമാണ് ആദിപരാശക്തി അവതാരമെടുക്കുന്നത്. അതിനു മുമ്പ് ലക്ഷ്മിയായും സരസ്വതിയായും പരാശക്തി പ്രകടമായിട്ടുണ്ട്. മൂന്നാമത്തെ രൂപം പരമശിവനുമായുള്ള സംയോജനത്തിനും ലോകമംഗളത്തിനും വേണ്ടിയായിരുന്നു. സതി ശിവനു വേണ്ടി തപസ്സനുഷ്ഠിക്കുകയും ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും അഭീഷ്ടപ്രകാരം ശിവൻ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. വിവാഹത്തിനായി തന്റെ ഭൂതഗണങ്ങളോടുകൂടി കൈലാസത്തിൽ നിന്ന് വന്ന ശിവൻ ഈ സ്ഥലത്ത് അവരെ നിർത്തിയതിനു ശേഷമാണ് വിവാഹത്തിനായി പോയത്. വിവാഹശേഷം കാശിയിലാണ് താമസമായത്. അങ്ങനെ ഭൂതഗണങ്ങളോടുകൂടിയ ശിവന്റെ സ്ഥാനമായി ഈ സ്ഥലം ഭൂതനാഥ ക്ഷേത്രമായി മാറിയത്രേ. ഇപ്പൊ ദർശനം കഴിഞ്ഞ് വരുന്നത് ഭൂതനാഥ് ടെമ്പിളിൽ നിന്നാണ്. ഭൂതനാഥ മന്ദിരം, അതായത് സതീദേവിയുടെ അതുപോലെ ശിവന്റെ രണ്ടുപേരുടെയും വിവാഹം നടന്നത് അവിടെയാണെന്നാണ് അനുമാനം. അപ്പോൾ ശിവൻ ഭൂതഗണങ്ങളെയൊക്കെ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം വിവാഹിതനായി കാശിയിലേക്ക് പോയി എന്നാണ് സങ്കല്പം. അപ്പോൾ അവിടുത്തെ ദർശനം കഴിഞ്ഞപ്പോൾ തിരിച്ച് രാംജുലയിലേക്കുള്ള വഴിയിലൂടെയാണ്. ആരുമില്ല, ഒറ്റയ്ക്കാണ്. ഇവിടെ ചില ബോർഡുകളൊക്കെ വെച്ച് കണ്ടു. മൃഗങ്ങളൊക്കെ ഉള്ള വഴിയാണ്, അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇതിലെ സഞ്ചാരം പാടില്ല, ഇവിടെ കിടന്നുറങ്ങരുത് എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ആനയും പുലിയൊക്കെ വരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഈ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള മണികളിൽ നിന്നും വെവ്വേറെ നാദമാണ് ഉതിരുന്നത്. രാംഝൂലയിൽ നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട് ഈ മലമുകളിലെ ക്ഷേത്രത്തിന്. കുത്തനെയുള്ള ചവിട്ടുപടികളാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ചവിട്ടുപടികളില്ലാത്ത ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. സമയം 5:30 തിരിച്ച് രാംജൂലയിലെത്തി ബൈക്കെടുത്ത് ഇന്നലെ താമസിച്ച കോവിലൂർ മഠത്തിൽ തന്നെ പോകാനാണ് തീരുമാനം. രാംജൂലയിലെ തിരക്കൊഴിഞ്ഞിരിക്കുന്നു. രാവിലെ റൂം വെക്കേറ്റ് ചെയ്താണ് പോകുന്നത്. ഇനി വീണ്ടും റൂം എടുക്കേണ്ടി വരും ചെന്ന്. 6:30 ഉള്ളൂ, പക്ഷെ ആകെ ഇരുട്ടാണ്. ഒരു 9 മണിയായ പ്രതീതി. ഇന്നലെ രാത്രി കിട്ടിയ താഴത്തെ 2-ാം നമ്പർ മുറിയാണിത്. ഇതാണ് ഭൂതനാഥ് മന്ദിറിലേക്കുള്ള യഥാർത്ഥ വഴി. ഇന്നലെ ഒരു എളുപ്പവഴിക്കാണ് പോയതും വന്നതും. രാവിലെ 7 മുതൽ 5:30 വരെയാണ് അമ്പലത്തിലെ സമയം. പക്ഷേ തണുപ്പ് കാലത്ത് 8 മുതൽ 4:30 വരെയാണ്. പുരാണവുമായി ബന്ധപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ് ഋഷികേശിലുള്ളത്. ഒന്നാമത്തേത് നീലകണ്ഠ് മന്ദിറും പിന്നത്തേത് ഈ ഭൂതനാഥ് മന്ദിറും. മറ്റെല്ലാ അമ്പലങ്ങളും ഓരോ ആശ്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ്. ഋഷികേശ് കാണാൻ വരുന്നവർ തീർച്ചയായും പോയി ദർശനം നടത്തേണ്ട 2 അമ്പലങ്ങളാണിവ. ഇനി മറ്റു ചില ആശ്രമങ്ങളെ പരിചയപ്പെടാം, അത് അടുത്ത വീഡിയോയിൽ.